അതും കേൾപ്പിക്കും. അള്ളാഹു ഉണ്ട് എന്നുള്ളതിൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും തർക്കമല്ലല്ലോ. അപ്പോ ഖാലിഖായ റാസിഖായ സമദായ അള്ളാഹുവിനോട് അഭൗതികമായ കാര്യങ്ങളിൽ അവനോട് ചോദിക്കുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. പൂർവഗാമികളായ സഹാബത്തോ അതല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോ ആരെങ്കിലും അഭൗതികമായ കാര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിലല്ല അഭൗതികമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചതായി ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അള്ളാഹുവിനോട് ചോദിക്കലല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ മുജാഹിദുകൾക്കും തോന്നിയ ഒരു വസ്തുതയാണ് ഏതാണ് നല്ലത്, ഏതാണ് നല്ലതല്ലാത്തത്. ആദ്യമായി പറയാനുള്ളത് നിങ്ങളോടല്ലോ, ഞാൻ പൊതുവെയുള്ള വിഷയം പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കം എന്താണ്, നല്ലത് ഏതാണ് എന്ന വിഷയത്തിലല്ല. അത് ചിലപ്പോ പല കാര്യങ്ങളുണ്ടാവും. ഏതാണ് നല്ലതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അടിസ്ഥാനപരമായ തർക്കം, ഒരാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലെങ്കിൽ അതുപോലെയുള്ള അമ്പിയാക്കൾ ഔലിയാക്കളോട് ഒരു കാര്യം ചോദിച്ചാൽ ചോദിച്ചവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ് സുന്നികളല്ലാത്ത മുജാഹിദും ജമാഅത്തും ഒക്കെ വാദിക്കുന്നത്. അത് തെറ്റാണ്. അത് 100% തെറ്റാണ്. ഒരാൾ മുഹിയുദ്ദീൻ ശൈഖിനെയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയോ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും ആ വിഷയത്തിൽ പെടുകയില്ല എന്ന് അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഖാലിഖായ സമദായ അല്ലാഹു തആലയോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിലിവിടെ ആർക്കും തർക്കമില്ല. അതുപോലെ തന്നെ ആ അല്ലാഹു തആല നമുക്ക് സഹായിയായി വെച്ചു തന്ന ആളുകളോട് സഹായം ചോദിക്കുകയും വേണം. അതും അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് അല്ലാഹു തആല അനുവദിച്ച കാര്യമായതുകൊണ്ട് രണ്ടും ചെയ്യാവുന്നതാണ്. അഭൗതികമായ കാര്യമായാലും ഭൗതികമായ കാര്യമായാലും ഒക്കെ തരുന്നവൻ അല്ലാഹുവാണ്. അതാണ് അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. മുജാഹിദുകളും സുന്നികളും അവിടെയാണ് പേച്ചത്. അവിടെയാണ് മുജാഹിദുകൾക്ക് പേച്ചുപോയത്. സുന്നികൾ അവിടെയാണ് ഇവരുടെ യാഥാർത്ഥ്യം പറയുന്നത്. ആ ചോദ്യം തന്നെ കേട്ടല്ലോ, ഭൗതികം അഭൗതികം. അപ്പൊ ഇവർ ഇങ്ങനെ ഒരു ഭൗതികം അഭൗതികം ഉണ്ടാക്കി, ഭൗതിക എല്ലാവരോടും ആവാം, അഭൗതികം അല്ലാഹുവിനോട് മാത്രം ഇങ്ങനെ ഒരു മദ്ഹബ് ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ടാണ് അവർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നിങ്ങൾ പറയാറില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇയ്യാക നസ്തഈൻ എന്ന് പറയാനും ഓതാനും അവകാശമുള്ള ഒറ്റ ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ അത് അഹ്ലുസ് സുന്നയുടെ ആളുകൾ മാത്രമാണ്. ഇയ്യാക നസ്തഈൻ എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? നിന്നോട് മാത്രം സഹായം തേടുന്നു. ഏത് വിഷയത്തിൽ? മുജാഹിദുകൾ പറയുന്നു അഭൗതികമായ വിഷയത്തിൽ നിന്നോട് മാത്രം. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പരിഭാഷയായി കിട്ടുന്ന ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിലും പറഞ്ഞിട്ടുണ്ട് അഭൗതികമായ വിഷയത്തിൽ മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നോട് മാത്രം. ഇപ്പുറത്തുള്ള കാര്യങ്ങളിലോ അത് പിന്നെ എല്ലാരോടും ആവാം, അതിൽ അല്ലാഹുവിനോട് മാത്രമെന്നില്ല. ഇവിടെയാണ് മുജാഹിദുകൾക്ക് പേച്ചത്. അങ്ങനെയില്ല. സുന്നികൾക്ക് പറയാനുള്ളത് എന്താ? വഅമ്മാ അഹ്ലുസ് സുന്നത്തി അല്ലദീന ഫവ്വദു തദ്ബീറ വത്തക്വീന വൽഇബ്ദാഅ വൽഖൽഖ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല. ഇമാം റാജി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ സൂറത്തുൻ നിസാ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ഇന്ന വിഷയങ്ങളെന്നില്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ ഫീ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഭൗതികമെന്നോ അഭൗതികമെന്നോ അവിടെ വേർതിരിവില്ല. എല്ലാ വിഷയത്തിലും നിന്നോട് മാത്രം. അതാണ് അഹ്ലുസ് സുന്നയുടെ മദ്ഹബ്. പിന്നെ അമ്പിയാക്കളോട് ചോദിക്കുന്നതും ഔലിയാക്കളോട് ചോദിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ തരുന്നത് അല്ലാഹുവാണ്. ഇവർ അതിന്റെ കാരണക്കാരാണ് എന്ന നിലക്ക് അതിന്റെ തെളിവാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്അലുക്കൽ ജന്ന, നബിയേ ആ ജന്നത്തിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് ഇമാമിങ്ങൾ വളരെ സ്വഹീഹായി ഉദ്ധരിച്ചത്. സ്വർഗം എന്നത് മനുഷ്യന് കൊടുക്കാൻ പറ്റൂല എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അതേ സമയത്ത് അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ ശുപാർശ കാരണം അവരുടെ ബറക്കത്ത് കാരണം അല്ലാഹു കൊടുക്കും. ആ വിശ്വാസത്തിലാണ് സ്വർഗത്തെ തന്നെ ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളോട് ചോദിക്കുന്നത്. നബിതങ്ങൾ എന്താ പറഞ്ഞത്? അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നത പദവി വേണം. അപ്പൊ പറഞ്ഞു റബീയ മുശ്രിക്കായി പോയിട്ടോ സ്വർഗം ചോദിക്കുക എന്നോട്, വേഗം പോയി ഷഹാദത്ത് കലിമയല്ലോ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ശരി, വേറൊന്നും ചോദിക്കാനില്ല? ഇല്ല നബി, അതെന്നെ വേണം. പിന്നെ ആവർത്തിക്കാണ്
ശരി സുജൂദ്, എന്നെ സുജൂദ് വർദ്ധിപ്പിച്ച് സഹായിക്കണം. അപ്പൊ ശിർക്കായിട്ടില്ല എന്ന് ഉറപ്പാ. കാരണം ശിർക്കായ പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആര് ഷഹാദത്ത് കലിമയിൽ മടങ്ങി വരണല്ലോ. അപ്പോ ഈ ഭൗതികം എന്ന വേർതിരിവ് തന്നെ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാം അല്ലാഹുവിനോട്, ആരോട് ചോദിച്ചാലും തരുന്നത് അല്ലാഹുവാണ്. മറ്റുള്ളവരൊക്കെ അതിന്റെ കാരണക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും അമ്പിയാക്കൾ ഔലിയാക്കൾ തരുമെന്ന് പറഞ്ഞാലും ഒക്കെ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ തരുന്നവൻ. മറ്റുള്ളവരൊക്കെ അതിന്റെ കാരണമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്.